വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ള കൃതി വായിച്ചിട്ടുണ്ടോ? ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. വലിയ ആൾക്കാരെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരു കുഞ്ഞ് സ്റ്റോറി ആയിട്ടോ ഞാൻ പറയുന്നത്, വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ കഥയിലെ നായകൻ ഒരു കുശിനിക്കാരനാണ്. കുശിനിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകക്കാരൻ. അയാളൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ് പാചകക്കാരനായിട്ട്. അങ്ങനെ 24 വയസ്സിന് ശേഷമാണ് അയാളുടെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടക്കുന്നത്. അയാളുടെ മൂക്കിങ്ങനെ നീളാൻ തുടങ്ങി. നീളം എന്ന് വെച്ചാൽ ഈ ചുണ്ടും കഴിഞ്ഞു, താടിയും കഴിഞ്ഞു, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മൂക്ക് നീണ്ടു വന്നുകൊണ്ടിരുന്നുകൊണ്ട് ഇയാൾക്ക് മൂക്കൻ എന്നുള്ള പേര് കിട്ടി കേട്ടോ. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് കാണാൻ വേണ്ടി ആളുകൾ ഈ വീട്ടിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അത് ആ വീട്ടുകാർക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായി. ഇതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ചെറുപ്പക്കാരി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം വരെ ഉണ്ടായി. ഇതും കൂടെ ആയപ്പോൾ പിന്നെ ആ വീട്ടുകാർ മൂക്കനെ അവിടെ നിർത്തിയില്ല, മൂക്കനെ അവിടെ നിന്ന് പുറത്താക്കി. അയാളുടെ ജോലിയും പോയി, അയാൾ ദാരിദ്ര്യത്തിലുമായി. അയാളുടെ വീട്ടിലെത്തി. വീട്ടിലാണെങ്കിൽ അയാളും അയാളുടെ അമ്മയുണ്ട്. അതിദാരിദ്ര്യമാണ്. ആരും ഭക്ഷണം കഴിച്ചോന്ന് മൂക്കൻ്റെ അടുത്ത് ചോദിക്കണില്ല. പക്ഷെ മൂക്കൻ്റെ മൂക്ക് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അവസാനം മൂക്കനങ്ങ് വെറുപ്പ് വരികയാണ്. കാരണം ഇത്രയും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിട്ടും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഒരാൾ പോലും ഭക്ഷണം കഴിച്ചോന്ന് പോലും ചോദിക്കുന്നില്ല. പക്ഷെ മൂക്ക് കാണണം. അതിന് അവസാനം നിവർത്തികേട് കാരണം മൂക്കൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇനി ആര് വന്നാലും എന്നെ കാണാൻ അനുവദിക്കരുത് എന്ന് പറയാണ്. പക്ഷെ അമ്മ എന്ത് ചെയ്യുകയാണെന്നറിയോ? വരുന്ന ആളുകളിൽ നിന്ന് ചെറിയ കൈക്കൂലിയൊക്കെ വാങ്ങിച്ചിട്ട് മൂക്കനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇത് ക്രമേണ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഇവർ വലിയ പൈസയുള്ള ആളുകളായി മാറാണ്. അങ്ങനെ മൂക്കൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല സമ്പന്നനാണ്. സമ്പന്നൻ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര വില കിട്ടാൻ തുടങ്ങി മൂക്കന് നാസിക പ്രമുഖൻ, മൂക്കശ്രീ അവാർഡ്, ഇങ്ങനെ പല അവാർഡുകളും കിട്ടാൻ തുടങ്ങി. മൂക്കൻ്റെ അഭിപ്രായം എല്ലാ കാര്യങ്ങൾക്കും അറിയണം ആളുകൾക്ക്. ഈ നാട്ടിൽ എന്ത് സംഭവം നടന്നാലും മൂക്കൻ്റെ ഒരു അഭിപ്രായം ആളുകൾക്ക് അറിയണം. കാരണം മൂക്കൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്. കാരണം മൂക്കിൻ്റെ നീളം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത്രയും അവാർഡുകളും കിട്ടി. അങ്ങനെ മൂക്കന് 2 സെക്രട്ടറിമാരുണ്ടായി. 2 സ്ത്രീകളാണ് സെക്രട്ടറിമാർ. ഈ 2 സെക്രട്ടറിമാർക്കും മൂക്കൻ്റെ അടുത്ത് ചെറിയൊരു പ്രേമമൊക്കെ ഉണ്ട്. പക്ഷെ മൂക്കന് 2 പേരിൽ ആരെ സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ? അങ്ങനെ മൂക്കനെ പാർട്ടിക്കാരും കൂടെ വേണമെന്നിങ്ങനെ വാശി പിടിക്കണം. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടെ മൂക്കനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം മൂക്കൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് വോട്ട് കൂടുതൽ കിട്ടുകയും ആ പാർട്ടി ജയിക്കാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ മൂക്കനോട് എല്ലാ പാർട്ടിക്കാരും ഞങ്ങളുടെ പാർട്ടിയിൽ ചേരൂ, മൂക്കൻ ഞങ്ങളുടെ പാർട്ടിയിൽ ചേരൂ എന്ന് പറയാണ്. അവസാനം ഒരു സെക്രട്ടറിയുടെ വാക്ക് കേട്ടിട്ട് മൂക്കനൊരു പാർട്ടിയിൽ ചേരുകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നു. മൂക്കനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതും ഓപ്പോസിറ്റ് പാർട്ടിക്കാർ അപ്പോൾ തന്നെ ബഹളം ഉണ്ടാക്കി. അവർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുകയാണ് നാട്ടിൽ. അതായത് മൂക്കൻ്റെ മൂക്ക് ഒറിജിനൽ മൂക്കേ അല്ല, അത് റബ്ബർ മൂക്ക് എന്നും പറഞ്ഞിട്ടാണ് അവർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്നത്. അങ്ങനെ നാട്ടിൽ വലിയ അടി പിടി ബഹളം പ്രക്ഷോഭം ഒക്കെ ഉണ്ടായി. അങ്ങനെ നാട്ടിലൊരു സ്വൈര്യം സമാധാനം ഇല്ലാണ്ടായി. അങ്ങനെ അവസാനം ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് മൂക്കൻ്റെ മൂക്ക് ശരിക്കും, അതായത് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അത് പരിശോധിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്ന് പല ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെയുള്ള ആളുകളെ കൊണ്ടുവരികയാണ്. ഡോക്ടേഴ്സൊക്കെ വരികയാണ് നമ്മുടെ മൂക്കൻ്റെ മൂക്ക് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. അങ്ങനെ ആ സുദിനം വന്ന് നിൽക്കുകയാണ്. കാണികളായിട്ട് ഒരുപാട് പേരുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മഹത് വ്യക്തികളുണ്ട്. ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാം. അങ്ങനെ ഒരാൾ വന്നിട്ട് മൂക്കിൻ്റെ തുമ്പ് ഇങ്ങനെ പിടിച്ചു നോക്കും. വേറൊരാൾ വന്നിട്ട് മൂക്കിൻ്റെ തുമ്പത്തൊരു സൂചി വെച്ചിട്ട് ഒരൊറ്റ കുത്തങ്ങ് കൊടുക്കും. കുത്ത് കൊടുക്കുന്നത് മൂക്കിൻ്റെ തുമ്പിന്ന് ബ്ലഡ് ഒരിറ്റങ്ങ് താഴെ വീഴും. ആ ബ്ലഡ്, അമൂല്യമായിട്ടുള്ള ആ രക്തത്തുള്ളി വീഴുന്നതും ആളുകൾ ക്ലാപ്പ് ചെയ്യാണ്. കാരണം എന്താ, മൂക്കൻ്റെ മൂക്ക് ഒറിജിനൽ മൂക്കാണെന്ന് അവിടെ പ്രൂവ് ചെയ്യപ്പെടുകയാണല്ലോ. അങ്ങനെ മൂക്കൻ്റെ മൂക്ക് ഒറിജിനൽ മൂക്കാണെന്ന് അവിടെ ഡിക്ലെയർ ചെയ്യാണ്. പക്ഷെ അപ്പോഴും വേറെ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂക്കൻ്റെ മൂക്ക് ഒറിജിനൽ മൂക്കല്ല, അത് റബ്ബർ മൂക്കാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ കഥാകൃത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ബുദ്ധിജീവികളും ദാർശനികളും ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഈ
ഈ കഥ അവസാനിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും അതിനെ മാർക്കറ്റ് ചെയ്ത് അതൊരു വലിയ കാര്യമാക്കി അതിൻ്റെ പുറകെ നടക്കുന്ന കുറേ ആളുകളും ആ കാര്യങ്ങൾ കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നതും, അങ്ങനെ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെയാണ് ഈ ഒരു കൃതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എല്ലാ കാലത്തും വിലമതിക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സാമൂഹിക നിജസ്ഥിതിയെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ.